കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപത്തിൽ പരാതിക്കാരനെ കേൾക്കാൻ കോടതി. പരാതിക്കാരനോട് ഡിസംബർ 5-ന് ഹാജരാകാൻ നോട്ടീസ്. ഡീൻ വിജയകുമാരിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് പരാതിക്കാരനെ കേട്ടതിന് ശേഷം. ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, നെടുമങ്ങാട് SC/ST കോടതിയാണ് ഈ കേസ് പരിഗണിച്ചത്. കേസിൽ ഡീന്റെ ജാമ്യാപേക്ഷയായിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് കേസ് നൽകിയിട്ടുള്ളൊരു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസൊക്കെ എടുത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഈ രീതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്താണ് നിലവിൽ കോടതി ഇപ്പോൾ അതായത് ഈ പരാതിക്കാരനെ കൂടി കേൾക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസംബർ 5-ന് ഹാജരാകാനാണ് നിലവിൽ നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസ് നൽകി ഡിസംബർ 5-ന് ഹാജരായി എന്താണോ പറയാനുള്ളത് അത് പരാതിക്കാരന് പറയാവുന്നതാണ്. അതുകൂടി കേട്ടതിന് ശേഷമായിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളുക എന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ കോടതി അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ജാതി അധിക്ഷേപം ചൂണ്ടിക്കാട്ടി PhD വിദ്യാർത്ഥി നൽകിയ പരാതിയിൽ ശ്രീകാര്യം പോലീസിന് നൽകിയ പരാതിയിലുള്ള കേസാണ് നിലവിൽ ഇപ്പോൾ ഇന്ന് കോടതി പരിഗണിച്ചത്. കേസ് പരിഗണിക്കുമ്പോൾ തന്നെ കേസിലെ പരാതിക്കാരന് നോട്ടീസ് അയക്കുമെന്നുള്ള കാര്യം കൂടി കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്.